നമുക്കിന്ന് ജേണൽ ചെയ്തല്ലോ. നമ്മൾ കുറേ ആയില്ലേ ജേണൽ ചെയ്തിട്ട്. ഞാൻ ജേണൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഇതുവരെയായിട്ട് 3 ജേണൽ ചെയ്തിട്ടുള്ളൂ. എന്നാലും നമുക്ക് 4ാമത്തെ ജേണൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലേ? വരൂ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേണൽ. കുറച്ച് കൊളായി പോയിന്നുള്ളൂ, അതല്ലേ. ഇതാണ് എൻ്റെ സെക്കൻഡ് ജേണൽ. ദിസ് ഈസ് മൈ തേർഡ് ജേണൽ. ഈ 4ാമത്തെ ജേണൽ ഞാൻ ബോർഡറൊക്കെ കൊടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ബോർഡർ കൊടുത്ത് വെച്ചേക്ക്. ഇനി ഞാൻ ഈ 2 ഇത് വെക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. എനിക്ക് അത്രയ്ക്കൊന്നും ജേണൽ ഐഡിയാസ് ഇല്ല കേട്ടോ. ഞാൻ ഇന്ന് ഈ ഒരു പേപ്പറിൽ നിന്ന് കുറച്ച് കഷ്ണം 2 കഷ്ണം ഞാൻ മുറിച്ചെടുത്തേക്ക്. ഇങ്ങനത്തെ 2 കഷ്ണം ഞാൻ മുറിച്ചെടുത്തേക്ക്. ഇനി നമുക്ക് ഇത് 2 കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ക്യൂട്ട് ലാമ്പാണ്. ഇങ്ങനെ വളർത്തിയൊക്കെ ചെയ്യാം. ഞാൻ ഈ ഗ്ലൂ സ്റ്റിക്ക് പിന്നെ ഈ ഒരു ഗ്ലൂവും കൂടിയാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനൊക്കെ പശ തേച്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ 2 ബോർഡറിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സിൽ ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യണം. ഏതെടുക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റിക്കർ ഞാൻ ചൂസ് ചെയ്യാം എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഇന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഒട്ടിക്കാം. കാരണം ഇതിന് ഗമ്മൊന്നും തേച്ച് കൊടുക്കണ്ട. ഇതിന് എന്നൊരു സ്റ്റിക്കർ ഉണ്ട്. അതെവിടെ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനത്തെ ഒരു ബട്ടർ പേപ്പർ ഉണ്ട്. ഇത് ഇട്ടു. ഇത് ഈ ഒരു പോർഷനിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. എനിക്ക് അത്രയ്ക്കൊന്നും ജേണൽ ഐഡിയാസ് ഇല്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു ലൈക്ക് പ്ലീസ്.
ഇതെന്താ എഴുതിയെന്ന് എന്നോട് ചോദിക്കരുത്. ഏതോ ഒരു ഫ്രീക്കൻ ഭാഷ. കുറച്ച് ക്ലിയർ ഇല്ലായ്മ ഉണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. ക്ലിയർ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. എനിക്ക് തോന്നുന്ന ക്ലിയർ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രസമുണ്ടോയെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റിൽ പറയണം ഇത് രസമുണ്ടോ. അല്ല, ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ. നമുക്കിനി എന്തെങ്കിലും ഒരു തോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു തോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട് എഴുതി കൊടുക്കാം. വി തിങ്ക് ഗുഡ്, വി ഡു ഗുഡ്, ദിസ് തോട്ട് ഈസ് സിമ്പിൾ ഓഫ് ജേണൽ. ഈസ് ദാനം കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ദാനം കൂടി ചേർത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസിനെ നോക്കി വയ്ക്കുന്നു. ഏത് ബട്ടർഫ്ലൈ എടുക്കുന്ന എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഈ ഒരു ബട്ടർഫ്ലൈ രസമല്ലേ, അപ്പം നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ എടുക്കാം അല്ലേ. നമുക്കിനി ഈ ഒരു ബട്ടർഫ്ലൈസിനൊക്കെ ഈ കോട്ടിലോട്ട് തന്നെ അകത്താം. ഇതിൻ്റെ കൂടെ വേറൊരു ബട്ടർഫ്ലൈ, കുഞ്ഞ് ബട്ടർഫ്ലൈ കൂടി ഉണ്ട്, കണ്ടോ. ഇത് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇത് ഒട്ടിക്കാനും കുറച്ച് പാടാണ്. ഇത് കഷ്ടപ്പെട്ട് വേണം ചെയ്യാൻ. അല്ല വേണ്ട, നമുക്ക് ഇതിങ്ങനെ ഇവിടെ ഒരു സ്റ്റാമ്പ് ഉണ്ടാവും. ഇത് നമുക്ക് പൊളിച്ചിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പശ തേക്കാതെ ഒട്ടിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ തലക്കാലത്തേക്ക് ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിൽ ഇങ്ങനത്തെ ജേണൽ സെറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വീണ്ടും ഒന്ന് രണ്ടാക്കി മുറിക്കട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഒരു ടാപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പീൽ ചെയ്തെടുക്കാം. ഈ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ചപ്പോൾ നോക്ക്, ഇതിങ്ങനെ ഇതാക്കി കൊടുക്കാം. പറന്ന് നടക്കുന്നൊരു ബട്ടർഫ്ലൈൻ്റെ ലുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഞാൻ ഇതിൽ ഏതൊട്ടിക്കുന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇത് ഞാൻ ഇങ്ങനത്തെ മറ്റേതാ ഇതേപോലത്തെ ഒരു സാധനത്തിൻ്റെ ബാക്കോണ്ട് ഒരു ചുമ്മാ ഒരു ബട്ടർഫ്ലൈനെ വരച്ചാണ് ഗൈസ്. ഇത് ഞാൻ കവായ സ്റ്റിക്കർ വാങ്ങിയപ്പോൾ അതിൻ്റെ അതിൻ്റെ മുകളിലത്തെ ഒരു സ്ട്രാപ്പാണിത്. അപ്പം ഞാനിത് യൂസ് ചെയ്യലുണ്ട് ഗൈസ്. നമുക്ക് ഇതിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഇമോജി എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ജേണലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാൻ ഇതിൽ കുറച്ച് മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.